എവിടെയാണ് ടിക്കറ്റ് എടുത്തില്ല? എല്ലാം കയറി വരുമെന്ന് സാധനങ്ങളൊക്കെ. എവിടെയാണ്? എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്തേ? ഞാൻ PC ആണ്. ഏത് സ്റ്റേഷനിലാ? അങ്കമാലിലായിരുന്നു ലാസ്റ്റ്. അതെ, റിട്ടയർഡ് ആയിട്ട് 10-20 കൊല്ലമല്ലോ. ഞാൻ ചെറുപ്പം മുതലേ ഉള്ള ശീലമല്ല, അതുകൊണ്ടാണ്. എന്റെ പൊന്ന് സാറേ, PC ആണെന്ന് പറഞ്ഞാൽ വണ്ടി പോകൂല, അതിൽ ഡീസൽ അടിക്കണം. അതല്ലേ പ്രൈവറ്റ് വണ്ടി കയറി. ഓസാരത്തിൽ പോയിക്കോ, കുളിച്ച് യാത്രയായി വന്നേക്കാണ്. ടിക്കറ്റ് എടുത്തോട്ടാ, ടിക്കറ്റ് എടുത്തോട്ടാ. ഇരുന്ന് കോപ്പിളിക്കല്ലേ ചേട്ടാ, അവിടെ ഇറങ്ങിപ്പോ. തന്തേ തന്നോടല്ലേ പറഞ്ഞൊന്ന് ഒതുക്കി വെച്ചിരിക്കേ. പിണങ്ങിക്കൊണ്ടല്ല ചേട്ടാ ഇത്. ഒന്നാമത്തെ ചില്ലറ തരൂല, അതിന്റെ ഇടയ്ക്ക് കാലും നീട്ടി വെച്ച മുന്നിയും കുത്തി വീഴൂല ഞാൻ. കുത്തിയതോട് 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 കുത്തിയോട് ഇറങ്ങാണ്ട, ഫ്രണ്ടിൽ ഇറങ്ങാണ്ട. നിന്നിട്ട് ഇറങ്ങട്ടാ, നിന്നിട്ട് ഇറങ്ങട്ടാ. ഓക്കെ ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. പറഞ്ഞാ മതി, പറഞ്ഞാ മതി. ആളിറങ്ങാനുണ്ട് കേട്ടാ. എവിടെ ഇറങ്ങാനാണ്? എവിടെയാണ്? ഇവിടെ ഇറങ്ങാനുണ്ട്. കുത്തിയതോടാ? ഞാൻ ഇവിടെ കിടന്ന് കുത്തിയതോട് കുത്തിയതോടെന്ന് വിളിച്ചത് കൊടുത്ത് കേട്ടില്ലേ തൊളയില്? ഉറങ്ങിപ്പോയി. ഞാൻ അതിനാണ് കിടന്ന് വിളിക്കണത്. ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോഴെങ്കിലും ഉണർന്നിരിക്കണ്ടേ? കേറിയപ്പോ തൊട്ട് ഉറങ്ങിയാണ്. ഇല്ല, അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ സ്റ്റോപ്പ് കഴിഞ്ഞു പോയിന്ന്. അയാളെ പ്രായമുള്ള മനുഷ്യനല്ലേ? അയാൾക്ക് പ്രായം ഞാനെന്ത് ചെയ്യാൻ പറ്റുന്നു? എന്തൊച്ചയുടെ ഒരു മനുഷ്യനെ പോലെ പെരുമാറും, എന്ത് മൃഗത്തെ പോലെ പെരുമാറുന്നത്? ഞാൻ എന്റെ മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്നത്. ഇറങ്ങിയിട്ട് പോയാൽ മതി. അയാൾ ഇവിടെ ഇറങ്ങണില്ല, ഇറങ്ങൂല. ബെല്ലേ തൊട്ട് കളിക്കരുത്. ഞങ്ങളുടെ കാര്യം കുറെ നേരം ഈ ബസ്സിൽ ആൾക്കാർ മുഴുവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. താൻ ആരോടും എന്നെ പഠിപ്പിക്കാൻ അധ്യാപകനെ തന്റെ സ്കൂളിൽ പോയി പഠിപ്പിക്കണോ? താൻ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. സംസ്കാരം സംസ്കാരം നമസ്കാരം. ഇറങ്ങാണ്ട് ആളിറങ്ങാണ്ട് ഇറങ്ങിപ്പോ. ഞാൻ ഇറക്കിക്കോളാം. കൈവിട് കൈവിട് ചെല്ലി. വേഗം ഇറങ്ങ്. ഇറങ്ങാട് അങ്ങാടെ ഇറങ്ങുന്നത്. ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങതാടാ ഇങ്ങതാണ്. ഇപ്പൊ തന്നെ താനാ, നാളെ ഇപ്പൊ തന്നെ താനാ. നാളെ ഈ ബസ്സിൽ ഈ കണ്ടക്ടർ ആയിട്ടുണ്ടാവും. നീ പോണോ? അനക്കുള്ള പണി പോണ വേണ്ട. കളിക്കാൻ നിൽക്കല്ലോ. ആളെ മനസ്സിലായോ? ഇല്ല, ചോദിക്കട്ടെ. ഇത് ബസ്സിൽ അപമര്യാദയായിട്ട് വയസ്സായ ആൾക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു കണ്ടക്ടർ സത്യം ചവിട്ടണമെന്ന് പറഞ്ഞ ആള് ഈ ആളാണ്. ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരും, ഇതൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷവും. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടുത്തെ കിട്ടിയില്ലേ? പല ആൾക്കാർക്കും കൂടെ നിൽക്കാനും സഹായിക്കാനൊന്നും ആൾക്കാരില്ലാത്തവരാണ്. അപ്പൊ എന്റെ പണി എന്താ വെച്ചാ ഇവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇവര് രണ്ട് കാലിന് സ്വാധീനം. അപ്പൊ എങ്ങനെ കൊണ്ടുപോകണം അറിയാലോ. അപ്പൊ അങ്ങനൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തിച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവരാ. ചിലപ്പോ അതന്നെ അപ്പൊ തുപ്പിട്ടേ അത് കൊണ്ടുപോയി ഒന്ന് കഴുകി പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരണം. നിലത്ത് വീണ അതൊക്കെ ഒന്ന് തുറച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ പറ്റില്ല സാറേ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അന്നെ കൊണ്ട് പറ്റൂല. എന്നോട് ഇവിടെ നോക്കാനല്ലേ പറഞ്ഞുള്ളവരാ. അങ്ങനെ ഇരുന്ന് നോക്കലല്ല, ഈ പറഞ്ഞൊക്കെ ചെയ്യണോ? എനിക്ക് പറ്റൂല. അത് പോയിക്കോ. ഈ അവർക്ക് പറ്റൂല. ഈ പോയിക്കോ, എനിക്ക് ലൈസൻസ് വേണ്ടല്ലോ. പോയിക്കോട്ടെ. അല്ല സാറ് സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടൂല. അത് കിട്ടൂല. അത് ഇവിടെ ഈ ആളുകളോടൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറി എന്റെ ബിഹേവിയർ നല്ലതാണെന്ന് ഇവർ എന്നോട് പറയണം. അതിനനുസരിച്ചാണ് എന്നെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ കളക്ടർക്ക് കൊടുക്കുക. അങ്ങനെയാണ് എന്റെ ലൈസൻസ് ഒക്കെ. സാറിന് എന്നെ അറിയാൻ പാടില്ല. അതെ, മര്യാദക്ക് എനിക്ക് അത് എഴുതി തരാൻ ശരി ശരി. എനിക്ക് മര്യാദക്ക് ഞാൻ എഴുതി തരണോ അല്ലേ? എന്റെ ബസ്സല്ലാതെ റോട്ടിൽ നിന്നിട്ടല്ലേ ഇയാൾ ധരിക്കുന്നത്? ഈ ആശുപത്രിയിലാ ഇവിടുത്തെ സൂപ്രണ്ടായി ഇന്നോട് ആദ്യം വേസങ്ങിട്ട് പറഞ്ഞ ആർട്ടിച്ചെന്റെ പല്ലിയാൻ കളയും കേട്ടോ. അത് മനസ്സിലായിക്കോ. അതെന്റെ ഇന്നോട് അന്ന് പറഞ്ഞേ എന്റെ പല്ലിയാണോ എന്ന് പറഞ്ഞു അവനെ ബസ്സിലിരുന്നിട്ട്. അത് എനിക്ക് പറ്റൂച്ചെങ്കിൽ ഈ നിൽക്കാം. അല്ലെങ്കിൽ ഈ പോയിക്കോ, ഈ പോയിക്കോ. പോവല്ലേ നിക്ക. അതെ, അപ്പൊ ഇതൊക്കെ ചെയ്യണോ? പറ്റുമോ?
എന്നെ കൊണ്ട് ഈ തോട്ടിപ്പണി കഴിക്കണ്, മൂത്തൊഴിക്കലും ഛർദിക്കലും ഒക്കെ എന്നെ കൊണ്ട് കോരിക്കാണ് അവന്മാര്. എടാ ചങ്ങായി, ആദ്യം ബസ്സിലൊക്കെ കയറുന്ന വയസ്സന്മാരോടും ആൾക്കാരോടൊക്കെ ഒരു മര്യാദയിൽ പെരുമാറാൻ പഠിക്കും. ഇനി അതേമാതിരിക്ക് പറയാനുള്ള ഒരു കാര്യം, സ്കൂൾ കുട്ടികളോട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? സ്കൂൾ കുട്ടികളോടൊക്കെ അവരൊക്കെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരൊക്കെ ആരാവാന്ന് പറയാൻ പറ്റൂല. ആ ആൾക്കാരോടാണ് അതിൻ്റെയൊക്കെ പെരുമാറ്റം ഇജാതി. തരൂല ഇവിടെ 10 ദിവസം ഇവിടെ ഈ ശരിക്കും പണി എടുക്കേണ്ടി വരും. അവൻ അങ്ങനെ വെറുതെ വിട്ടാൽ അവനൊരു പാഠം പഠിപ്പിക്കണം. അവിടെ ഇനി പതുക്കൊന്ന് പൊക്കി നോക്കാൻ ശ്രമിച്ചേ. പൊങ്ങും തന്നെ ശ്രമിച്ചേ. പൊങ്ങില്ലടാ, ഒന്ന് നോക്കി ബലത്തിൽ പൊക്കി. ഇന്നത്തെ പത്രം കണ്ട? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീക്ക്. എന്ന് പത്രം വായിച്ചത് അത് ചെന്ന് തരാം. ഇനി നാളെ ഒരു സ്റ്റെപ്പ് കൂടി നടക്കണം. കണ്ട കുഴപ്പമില്ല. ഇനി ഇരുന്നോ. ഞാൻ ഈ വ്യായാമം ഇവൻ പറഞ്ഞു തന്നാണ്. ഇപ്പൊ എനിക്ക് ഗ്യാസില്ല. ഗ്യാസ് ഇപ്പൊ അധികം വാർത്ത വായിക്കാൻ തുടങ്ങട്ടെ. അതൊക്കെ മാറിയില്ലേ? അല്ല, അതിപ്പോ മരിച്ച ആളുകളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ നിങ്ങളൊന്ന് കടത്തി വിട്ടോളി. അതിനിപ്പോ ഒരു തർക്കത്തിന് നിൽക്കണ്ടത് കേട്ടോ. സന്ദർശന സമയം നോക്കിയിട്ട് മാത്രം പറ്റില്ല ചില കാര്യങ്ങൾ. ശരി ആയിക്കോട്ടെ. നമസ്കാരം. എന്തേ സാറ് വരാൻ പറഞ്ഞില്ലേ? അപ്പൊ പ്യാരിജാതന്റെ കാര്യം ഇപ്പൊ താൻ ഇവിടെ വന്നിട്ട് ഏകദേശം 10 ദിവസമായി. ഇപ്പൊ നിക്ക് സാറിന് അറിയാമോ ഒരു പ്രൈവറ്റ് ബസ് തൊഴിലാളിയുടെ ബുദ്ധിമുട്ട്? ജീവിക്കാൻ വേണ്ടിയാണ് സാറേ, മനഃപൂർവ്വം ചെയ്യണമല്ല. ഞങ്ങളിതൊക്കെ ആ പ്രഷറിൽ വന്നു പോണതാണ്. ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 2-3 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഓരോ ബസ്സിനും പെർമിറ്റ് കൊടുത്തേക്കുന്നത്. 1 മിനിറ്റ് നമ്മുടെ വണ്ടി വൈകിയാൽ പുറകിലെ വണ്ടി ഓടി മുമ്പിൽ കയറും. ഇനി 1 മിനിറ്റ് ഇത്തിരി സ്പീഡിൽ പോകാമെന്ന് കരുതിയാൽ വഴിയിൽ പോലീസുകാർ കൈ കാണിച്ചിട്ട് അതിൻ്റെ ഉപദ്രവം. പിന്നെ ബസ്സിൽ വന്നും കയറി ഇറങ്ങി പോണവർ പല സ്വഭാവക്കാരാണ് സാറേ. ഈ ടെൻഷനും പ്രഷറും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആകുമ്പോൾ അങ്ങനെ ആയിപ്പോണതാണ്. അല്ലാതെ നമ്മളൊന്നും മനഃപൂർവ്വം ചെയ്യണമല്ല സാറേ അത്. അതുകൊണ്ട് സാറിന് ഇഷ്ടമുള്ള റിപ്പോർട്ട് സാറ് കളക്ടർക്ക് അയച്ചോ. എനിക്ക് മതിയായി സാറേ, എനിക്ക് എന്നെ മനസ്സിലായി. പോയത് വെറുതെ ഇരിക്കുന്നു. രാവിലെ ആയെങ്കിൽ ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ടല്ലേ കിടക്കണ? അർദ്ധരാത്രിയല്ലേ നിനക്ക് ജോലി? എടീ, ഞാൻ അമേരിക്കൻ കമ്പനിയുടെ വർക്കാ ചെയ്യണം. നമുക്ക് ഇവിടെ രാത്രി, അവിടെ പകലാണ്. വിശ്വസിച്ചേ. അച്ഛനെ ഷുഗർ നോക്കാൻ കൊണ്ടുപോണോ? എനിക്ക് അച്ഛനോട് 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാലൊന്നും പറ്റില്ല. നീ എനിക്ക് ഇങ്ങോട്ട്. എടീ, അച്ഛൻ തന്നെയല്ലേ സാധാരണ പോണത്. ഇപ്പൊ എന്താ ഇന്നെന്താ പ്രത്യേകത? എടാ, അച്ഛൻ ബിഫോർ ഫുഡ് പോയി എടുത്ത് ഇനി ആഫ്റ്റർ ഫുഡ് എടുക്കണം. നിന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. എന്നെ വെയിറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് പാടില്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണത്? നിന്നെ കെട്ടിച്ചൂടാ, പോയിക്കൂടെ? അതിന്റെ കെട്ടിയൊന്ന് ദുബായിന്ന് വരുമ്പോ ഞാൻ പൊക്കോളാം. ഇത് വിട്. എടാ, എനിക്ക് കുളിച്ചേടാ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചാ എനിക്ക്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലിയാ? ഇഡ്ഡലി നീ തന്നെ കഴിച്ചോ. എടാ, ആവിയിൽ വേവിക്കണ ഫുഡാണ് നല്ലതെന്ന്. ആവിയിൽ വേവിക്കണ ഫുഡ് നീ കഴിച്ചോ. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആവി പിടിച്ചോളാം. ചെല്ലേ, ഇവിടെ പല്ല് തേക്കാതെ ഇതൊന്നും കുടിക്കാൻ പാടില്ല. നീ അങ്ങോട്ട്. എന്തൊരു ശല്യമാണ് ദൈവമേ ഇത്. നീ പോയേ, ഞാൻ വന്നോളാം. പോയിക്കോ. ചവിട്ടിയാൻ വിജയൻ. നീ ഇനി എണീറ്റില്ലേ? സമയം എത്രയും നോക്ക്.
ആ എണീക്കാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കിടന്നപ്പോ ഇത്തിരി വൈകിപ്പോയി. എടാ ഒന്ന് വേഗം അവിടെ ലാബിൽ പോണ്ടേ, ആ വണ്ടി ഒന്ന് എടുക്ക്. ആ ഞാൻ അച്ഛനെ എണീറ്റാന്ന് ചോദിക്കായിരുന്നു ഇവളോട്. ഞാൻ എന്താ പിന്നെ 10 മണിക്കാണ് എണീക്കുക? ഞാൻ രാവിലെ 5 മണിക്ക് നടക്കാൻ പോകില്ലേ? ഇതെന്താ ഇവിടെ ഒരു നാറ്റം? ഇത് ഇവള് കാലത്തെ പല്ലിയാക്കാതെ വന്ന് ഇവിടെ നിൽക്കണതിൻ്റെയാണ്. അച്ഛ തിന്നതിന്റെ ബാക്കിയൊക്കെ ഇവിടെ ഇട്ടേക്കണവേ. ഇത് എന്തൊക്കെയാ വാങ്ങിക്കൊടുന്ന് തിന്നിട്ടിട്ടേക്കണത്? ഇത് ലൈസും പോപ്കോണൊക്കെയാണ് അച്ഛാ. രാത്രി ഇരിക്കുമ്പേ വെറുതെ കുറിക്കാൻ മേടിക്കുകയാണ്. നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? ഞാനൊരു 3-3:30 വർക്ക് ഉണ്ടായി. ഒരുപാട് ഇതായി. എന്ത് ജീവിതാടാ അത്? എന്ന് രാത്രി വന്ന് 3 മണി വരെ അതിലിതിലും കുത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് തോന്നുമ്പോ കിടക്കുക, ഉച്ചയ്ക്ക് നീക്കുക, കണ്ണി കണ്ടൊക്കെ വാങ്ങിക്കൊടുന്ന് തിന്നുക. നീ വേഗം എണീറ്റ് റെഡി ആയിട്ട് വാ, ഞാനവിടെ പുറത്തിരിക്കാം. അതേ പറഞ്ഞ മേടിക്കുന്നു ഞാൻ പോയെന്നു. മോളെ ഭക്ഷണം കഴിച്ചു? എന്നിരുന്നോ. ആ അറിയാം അറിയാം. പുറത്തേക്ക് നിന്നോളൂ കേട്ടോ. മോനാണ്. ആണോ? എന്താ കഴിച്ചേ? ഇഡ്ഡലി കഴിച്ചു. ഇഡലി കഴിച്ചാ? ഞാനൊന്നും കഴിച്ചില്ല. എഴുന്നേറ്റപ്പോ തന്നെ ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ? ഇല്ലില്ല, പെങ്ങളുണ്ട് ഒരാള്. കല്യാണം കഴിഞ്ഞു. എന്റെ ആള് നോക്കണുള്ളൂ. ഈ കൈ കാണിക്കേ. നേരത്തെ നമ്മൾ അപ്പുറത്തെ കൈയല്ലേ കുത്തിയേ? അല്ല ഞാൻ ചെയ്തോളാം. വേണ്ട പിടിക്കണ്ട പിടിക്കണ്ട. താൻ വേണമെങ്കിൽ പുറത്തു പോയി ഇരുന്നോളൂ. കുഴപ്പമൊന്നുമില്ല. ഇല്ല അച്ഛനാണേ. നേരത്തെ വേനുണ്ടായിരുന്നോ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഷുഗറോ? എന്തിന്? ഭയങ്കര ക്ഷീണം അച്ഛാ രാത്രിയൊക്കെ. എടാ അത് രാത്രി മുഴുവൻ ഉറക്കം വെച്ചിട്ടുള്ള ക്ഷീണാണ്. നീ ഇങ്ങോട്ട് വാ. ഇല്ല അച്ഛാ, ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് ഇവിടത്തോളം വന്നതല്ലേ, ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പൊ അതൊക്കെ കുത്തണോണ്ടാ. എന്തായാലും സാറിന്റെ അടുത്ത് പറയണം. സാറ് എടുത്തില്ലേ? നിങ്ങൾ എടുത്തില്ലേ? ആ ബ്ലഡ് എടുത്തു. അപ്പോൾ അവിടെ തന്നില്ല. മറ്റേ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതിൽ മെസ്സേജ് വരും കേട്ടോ. കാര്യേ നിന്റെ മൊബൈൽ നമ്പറിൽ കൊടുത്തിട്ട് ഇതിന്റെ റിസൾട്ട് വരുന്നു. ഇതെന്താ അത്? ഷുഗർ ടെസ്റ്റ് ചെയ്യണോ? അതെ, മൊത്തത്തിലൊരു ചൊറിച്ചില്. അപ്പോൾ ഷുഗർ ഉണ്ടാകുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷുഗറിന്റെ അല്ലേ? ചൊറിച്ചിലാണ്. ആ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ആ സുമേഷിന്റെ റിസൾട്ട് ആയിട്ടുണ്ട്, അതൊന്ന് എടുത്തു കൊടുക്കും. എടുത്തിട്ട് സാർ നോക്കിക്കോളൂ. ഒരു സാർ നോക്കിക്കോളൂ. ചായ വാങ്ങിച്ചു കൊടുക്കട്ടെ. ശരി ശരി ശരി. അപ്പോൾ നിങ്ങളവിടെ പുറത്തേക്ക് ഇരുന്നു. നിങ്ങളവിടെ ഇരിക്ക്. പിന്നെ മതി സാറേ, അച്ഛൻ്റെ കൂടെ വരുമ്പോൾ നോക്കാതെ. ഇപ്പൊ ഒരു കുറവുണ്ട്. ഇത് നമുക്കിവിടെ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്താ. പിന്നെ നോക്കിയാ പോരെ? ഇല്ല ഇല്ല, ഇപ്പൊ നോക്കാം. ബലം പിടിക്കാതിരിക്കുക. ഇങ്ങനെ ബലം പിടിച്ചാൽ എങ്ങനെയാണ്? ബ്ലഡ് കുത്തിയെടുക്കണ്ടേ? അങ്ങനെ പിടിക്കും, കരല്ലാതെ പിടിക്കും. കഴിഞ്ഞു. ആ എന്താ ജോസ്പേട്ടാ? അവിടെ നിന്നും മടുത്ത് പാടില്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നൂടെ? എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക ഇവിടെ ഇരിക്കണ? എത്ര നേരം അങ്ങനെ ഇരിക്കും. ആ ഇവിടെ CCTV ആണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതെ ശരി. ആ സ്റ്റൂൾ എടുത്ത് കളയാൻ പാടില്ലേ, പുള്ളി വരാതിരിക്കുമല്ലോ. ഒരു കൊക്കക്കോള അവളെ ഇരുന്നിരുന്ന് വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് പുറത്തു. ജോസ്പേറിന്റെ ഇവിടെ ഇരിപ്പ് ഇവിടെ നടക്കുന്ന ആളുകൾക്ക് വിഷമം എന്ന് പറയണ്ടേ? ഒരു കാര്യമില്ല അല്ലേ?
എന്ത് പറ്റി മോനെ എന്ത് പറ്റിയെന്ന് കാര്യമില്ല. ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് 282 ഷുഗർ. അത് ചെക്ക് ചെയ്തോണ്ട് അത് അറിയാറായില്ലേ? അച്ഛൻ വിടണ്ട, നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. അച്ഛൻ എന്ത് ചെയ്ത്? പാരമ്പര്യമാണ് ഇത്. അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് പ്രായമായിട്ടാണ് വന്ന്, നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്ന്, അതിന് ഞാനാ കുറ്റക്കാരൻ? എന്റെ ജീവിതം പോയല്ലോ ദൈവമേ, ഞാൻ ഇനി എന്തിനാ ജീവിക്കണത്? എടാ, ഒരു ഷുഗർ വന്നെന്നും പറഞ്ഞ് ജീവിതം പോവേണം എല്ലാവരുടെയും. ഷുഗർ നിസ്സാരമുള്ളതാ. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ, എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ, ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ? അറ്റാക്ക് വന്നാൽ പോലും അറിയൂല, വേദന ഉണ്ടാവൂല. അത് വണ്ടി ഓടിച്ചാൽ അറിയാതെ ഉറങ്ങി പോകുന്നത്. എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞതല്ല. പൊട്ടൻ ചെറുക്കാൻ പരിഹാരം ഇല്ലാത്ത കാര്യം ഉണ്ടടാ. നിനക്ക് അങ്ങനെ പലതും പറയാ. നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ്. വായി തോന്നലൊക്കെ വാരി തിന്നുകയും ചെയ്യാം. എനിക്ക് പ്രായത്ര, എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും. എടാ, അതിന് പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ? എന്നിട്ട് പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ? എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗർ ആണെന്ന്. ഇനി മധുരവെള്ളം മുണ്ട് അതേ കുടിച്ചാൽ ഞാൻ അവിടെ തലയെ തല്ലി വീഴൂലേ ഷുഗർ കയറിയിട്ട്? നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നും ഇല്ല പ്യാരി. നീ നിന്റെ പാട് നോക്കല്, എനിക്ക് ഇനി ജീവിക്കണ്ട. എടാ, അതിന് മരുന്നൊക്കെ ഉണ്ട്, ഡോക്ടർ ആരെങ്കിലും കണ്ടാ പോരെ? ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് തിന്നണ ഞാനിത് കാണാനാ? പരിക്കുന്നു വരെ നിങ്ങൾ തിന്നണ ഞാൻ കാണണോ ഇവിടെ ഇരുന്ന്? കൂടുതൽ വേഷം കെട്ടരുത് കേട്ടോ നീ. ഷുഗർ വന്നൊന്നും പറഞ്ഞ അവന്റെ ഈ ഒടുക്കത്തെ കുടുംബത്തെ ജനിച്ചതാണ് ഷുഗർ. എനിക്ക് ഇവിടെ ജീവിക്കണ്ടായിരുന്നു. ചത്ത് കളയാ മതിയായിരുന്നു. എന്താണച്ചാ അല്ല എന്താ? ഈ ഷുഗർ മുമ്പേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ എൻ്റെ കൂടെ വന്നപ്പോഴാണ് അവനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അല്ല, ഇവന് ഈ ഷുഗർ വരാൻ കാരണം എനിക്കുള്ളത് കൊണ്ട് ഇനി പാരമ്പര്യമായിട്ട് അങ്ങനെ ആവോ? അങ്ങനെ ആവാം, അല്ലാതെ ആവാം. ഷുഗർ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അത് ഷുഗർ മാത്രമല്ല, പല അസുഖങ്ങളും അങ്ങനെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ളതുണ്ട്. രക്ഷയില്ല അല്ലേ സാറേ? അല്ല, ഭയപ്പെടണ്ട. നമുക്കെന്തായാലും ചികിത്സ ആരംഭിക്കാം. അതെ, ഞാൻ 2-3 ടെസ്റ്റിന് എഴുതി തരാം. കാരണം അതല്ലെങ്കിൽ ഈ ഷുഗറിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പല അവയവങ്ങൾക്കും ഇത് ബാധിക്കും. ഡയബറ്റീസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കണ്ണിന്, അതുപോലെ കിഡ്നിക്ക് ഒക്കെ വലിയ പ്രോബ്ലം ഉണ്ടാകും. സാറേ, എനിക്കിപ്പോൾ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ? അതെന്താ ജോലിക്ക് പോകാൻ കുഴപ്പം? മടിയില്ലെങ്കിൽ പോവാം. ഇല്ല, അതല്ല, ഈ കണ്ണ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിലാണ്. അത് കുഴപ്പമില്ല, പേടിക്കേണ്ട. എന്തായാലും നമുക്ക് ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ കറക്റ്റ് മെഡിസിൻ ചെയ്യാം, മാറിക്കോളും കേട്ടോ. എങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണം സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല. ചോറാണോ കൂടുതൽ? ചോറൊന്നും അധികം കഴിക്കില്ല. പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരിക. അൽഫാമ്, ചിക്കൻ, അതും ഇതൊക്കെ കൊണ്ടുവരും. പിന്നെ കുറെ കോള കൊടുന്ന് കുടിക്കും, കുറെ ലൈസ് വാരി തിന്നും. അങ്ങനെ ഭക്ഷണ രീതിയൊക്കെ. ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ? അത് കഴിക്കാറില്ല. ഒരു 11:30 മണിയൊക്കെ ആവും എണീക്കാൻ. ഈ ബ്രേക്ക്ഫാസ്റ്റ് വലിയ പ്രോബ്ലമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ നമ്മൾ ഈ അമിതവണ്ണം, മൈഗ്രെയിൻ, അതേപോലെ കൊളസ്ട്രോൾ, അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ഹൈപ്പോഗ്ലൈസീമിയാണ്. അത് തന്നെയാണ് എനിക്ക്. അതൊക്കെ സാറേ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കുറയുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ ബോധക്ഷയം ഉണ്ടാവും. പിന്നെ ഉറക്കത്തിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അല്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ഹലോ, ഒരു ചെറുപ്പക്കാരനല്ലേ? നമുക്കിപ്പോൾ ടെസ്റ്റിന് എഴുതിയുണ്ടല്ലോ. എന്നാൽ ഞാൻ ഇതിപ്പോൾ തന്നെ പോയി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് അങ്ങനെ ആവട്ടെ. എന്തായാലും റിസൾട്ടിന് ശേഷം നമുക്ക് മെഡിസിൻ എഴുതാം. ശരി. താങ്കൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൂടുതലും ഇല്ല കുറവും ഇല്ല, അങ്ങനെ നിൽക്കണം. മെഡിസിനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല? നടപ്പൊക്കെ ഉണ്ടല്ലോ. ഇയാളെയും കൂട്ടിക്കും. ശരി സാറേ, മെഡിക്കൽ സയൻസിൽ എന്തെങ്കിലും സാധ്യത തന്നെ എന്നൊന്ന് രക്ഷിച്ചെടുക്കണം. ടെൻഷൻ അടിക്കണ്ട. അത് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ നടപ്പൊക്കെ രാവിലെ കുറച്ച് ദൂരം നടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും പിടിക്കല്ലേ, നടക്കല, നേരെ നടക്ക. എന്താ ഇവിടെ ഇരിക്കണ? പുറത്തോട്ടൊന്നും പോണില്ലേ?
എന്തെന്ന് ഇട ചെറുക്ക എണീക്കട അവിടുന്ന്. മണ്ടൂന്നി പാടില്ലാത്ത ആളാണ്. എൻ്റെ മെക്കിട്ട് കയറില്ല. ഞാനിവിടെ കിടന്നോട്ടെ. ജീവിതം വെറുത്തിരിക്കുകയാണ്. മര്യാദക്ക് ഞാൻ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോ നീ എന്താ പറയാറ്? എനിക്ക് ഇവിടുത്തെ ആവി ഇറക്കണ ഇഡലി വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്ന് ഇവിടുന്ന് വേണമെങ്കിൽ ആവി പിടിച്ചോളാണ്. വീണവനെ ചവിട്ടല്ലേടി. എന്തായിരുന്നു അഹങ്കാരം? ഞാൻ നിന്നോട് തർക്കിക്കാനും ജയിക്കാനും ഒന്നുമില്ല. എനിക്ക് ഇനി അവിടെ നിന്ന് വിളി വരണം, പോകണം. ഇവിടെ ഇങ്ങോട്ട് എണീറ്റിരിക്കാൻ നീ. എന്റെ കൈയും കാലൊന്നും പൊങ്ങണില്ല എന്ന് പറഞ്ഞില്ലേ? ഒരാവത് കിട്ടല്ല. കണ്ട എന്ത് ബലക്കുറവ്. ഓക്കെടാ, ഞാൻ വിളിക്കാം. ഓ മന്മതേട്ടൻ എണീറ്റിരിക്കാൻ അങ്ങോട്ട്. വെറുതെ ഇരിക്കുന്നു. എന്താ ചൂട്? ആ ഭയങ്കര ചൂട്. കോഴിക്കോട് ഇത്ര ചൂടില്ല. കോഴിക്കോട് വരുന്നോ? ഇന്നലെ രാത്രി എത്തിയല്ലേ ഉള്ളൂ. ഇത് പ്യാരിയല്ലേ? എടാ നിനക്ക് ഈ വേഷം തീരെ ചേർന്നില്ല. ഇത് എന്ത് കോലമാണിത്? വേഷത്തിലൊക്കെ എന്തിരിക്കുന്നു മന്മേട്ട. കോഴിക്കോട് നിനക്ക് ഇഷ്ടമുള്ള അലുവ കൊണ്ടുവന്നിട്ടുണ്ട്. ചുവപ്പ്. അതെ, ഇത് നമ്മൾ നേരത്തെ കിട്ടുന്ന അലുവ പോലത്തെ നല്ല ബാക്കി വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. എന്നാണ് എടുത്ത് കഴിക്കും. പറ്റൂല മന്മേട്ട. പല്ലുവേദന ഉണ്ടാ? പിന്നെ ഷുഗറാണ്. ഷുഗർ അല്ല, ഇവന് ഷുഗറിന് ആര് പറഞ്ഞ? അതെ, എന്റെ ഷുഗർ ചെക്ക് ചെയ്യാൻ വന്നപ്പോ അവൻ കൂടെ ഉണ്ടായിരുന്നു. എന്തോ അവന്റെ നല്ല ബുദ്ധിക്ക് അവനും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. അത് നന്നായി. 282 2-3 ദിവസം മുമ്പ്. ഇപ്പൊ 10-350 ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് വെറുതെ ആവല്ലേ? അവനൊന്നും കഴിക്കണില്ല ഇപ്പ. എടാ നീ ഒന്നും കഴിക്കാണ്ടിരുന്ന ഷുഗർ കൂടും, അതറിയില്ലേ? അപ്പൊ കഴിച്ചാലും ഷുഗർ വരുമെന്ന് പറഞ്ഞു. എടാ പ്യാരി, ഈ ഷുഗർ ഉള്ള ആൾക്കാർ സമയാസമയം കഴിക്കണം. പിന്നെ നിനക്കിത് തുടക്കമല്ലേ, ഇത് പ്രശ്നമൊന്നുമില്ല. എന്ത് എവിടെ എണീറ്റ് നേരെ ഇരിക്കണം. എന്തത്? അവന് പേടിയാണെന്നേ. അവനൊന്നും തിന്നാൻ പറ്റൂല, അവന് ഇപ്പൊ മരിക്കും പറഞ്ഞാണ് ഓരോ നിമിഷം അവൻ തള്ളി നീക്കുന്നത്. എടാ പ്യാരി, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ മരിച്ച് മണ്ണടിയേണ്ട സമയം കഴിഞ്ഞില്ലേ? എനിക്ക് ഷുഗർ ഉണ്ട്. സുഖതേട്ടാ, കഴിഞ്ഞ 16 വർഷമായിട്ട് ഷുഗർ ഉള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണേ? അത് ഞാൻ മാത്രം അറിഞ്ഞാ പോരെ. മാത്രമല്ല, ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖമല്ല, രോഗമല്ലേ. നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇനി ഈ ഷുഗർ വരാനുള്ള അവസ്ഥകൾ എന്താണെന്ന് അറിയാം? നീ എത്ര മണിക്കാ ഉറങ്ങണേ? അത് 12 മണി, ചിലപ്പോ 1 മണി. രാവിലെ എണീക്കണതോ 10 മണി കഴിഞ്ഞിട്ടും. ബെസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം. അതിന് നമ്മൾ മരുന്ന് കഴിക്കണം, ഡോക്ടർമാർ പറയണം. അത് മരുന്ന് കഴിക്കുക, പിന്നെ വ്യായാമം ചെയ്യുക, സമയത്ത് ഉറങ്ങുക. ഞാൻ നടക്കാൻ പോകുമ്പോ ഈ കഴുതാൻ എന്നും വിളിക്കും, വരില്ലെന്നേ, തിരിഞ്ഞങ്ങോട്ട് കിടക്കും. അത് പറ്റില്ല. രാവിലെ എണീറ്റ് ഒരു 45 മിനിറ്റ് നീ നടന്നാൽ മതി. ഒന്ന് നിന്റെ ഈ ഷുഗറൊക്കെ പമ്പ കിടക്കും, നിനക്ക് ഗുളിക തന്നെ മാറ്റാം. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് വന്നാ മരണം വരെ മാറൂല, നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ. എടാ, ഇത്രയും പഠിപ്പും വിവരമുള്ള നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഡോക്ടർ തെറ്റായ വിവരങ്ങൾ തന്നാൽ അതങ്ങോട്ട് വിശ്വസിക്കുക, എന്നിട്ട് പേടിച്ച് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുക. ഇതുപോലത്തെ കുറേ ഡോക്ടർമാരും ആശുപത്രികളും മരുന്ന് കമ്പനികളും കൂടെ ചേർന്നിട്ടാണ് ഈ ഡയബറ്റീസിനെ ഇങ്ങനെ ഒരു മാറാ രോഗമാക്കി മാറ്റി വെച്ചേക്കണേ. മാസാമാസം കോടികളാണ് വിദേശത്തേക്ക് പോണത് ഇവിടുന്ന്. എൻ്റെ സുഖതേട്ടാ, ഒരു മരുന്ന് കഴിക്കേണ്ടവനെ കൊണ്ട് 10 മരുന്ന് കഴിപ്പിക്കും. എന്നിട്ട് ഇവൻ ഈ മരുന്നെല്ലാം കൂടെ വാരി കഴിച്ചിട്ട് അവൻ്റെ കിഡ്നി, അവൻ്റെ ലിവർ, അവൻ്റെ സർവത്ര അടിച്ചു പോകും. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ആയി, ഡയാലിസിസ് ആയി, അവസാനം അവൻ്റെ കുടുംബം വരെ വിൽക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവിടും. അപ്പൊ ഇതിന് മരുന്നൊന്നും കഴിക്കണ്ടെന്നാണ് പറയണ? എടാ, മരുന്ന് കഴിക്കണം, ആവശ്യത്തിനുള്ള മരുന്ന് കഴിക്കണം. അല്ലാതെ ഉള്ള എല്ലാ മരുന്നും കൂടെ വലിച്ചു വാരി കഴിക്കണ്ട. അല്ല ബാൽക്കട്ടെ അതായത് കൂടുതൽ വലിച്ച് കളയണ്ട മുടി, കൂടുതൽ മൊത്തം കളയണ്ട. ദേശമായിട്ട് ഇങ്ങനെ ചെറിയ സൈസ് മോഡലേ, ഹിന്ദി സ്റ്റൈൽ കട്ട്, ഹിന്ദി സ്റ്റൈൽ. മലയാള പണിക്കാരുണ്ടോ? മലയാള പണിക്കാരെ വിളിക്കും. മലയാളം കാവില്ല, മലയാള പണി ഇല്ല. മലയാളികൾ काम नहीं है, पट्टिके ज्यादा हिंदी आदमी हेयर कटिंग ज्यादा हिंदी आदमी केरल से. और बाल थोड़ा थोड़ा थोड़ा. അതെ, ഞാൻ പറയാം. बोले बोला ഒന്നിച്ച് മുറിച്ചല്ലേ കല്യാണത്തിന് मुझे खाली थोड़ा कट में स्टाइल से. ഒന്നും ചെയ്യണ്ട, പറയാം. ചെയ്യണ്ട, ചെയ്യണം, ചെയ്യണ്ട, ചെയ്യണം. ചെയ്യാനല്ല വന്നിടാ, ചെയ്യാനാ വന്ന്. ഞാൻ പറയുന്നത് മാലൂം മാലൂം बोला. ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു പൊറ്റ പോലെ മുറിച്ചിട്ട് അവിടെ വെക്കാം. വേഷം മോളിൽ നീളം വരും, നീളം മാത്രം മുറിച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ സൈസില് ഒരു വര ഇടിയും, ഒരു വര ഇടിയും, 2 വര 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 വരയില്ല.
ഓൺലി ബാൾ കട്ടിങ് ഫേഷ്യൽ ഹെഡ് മസാജ് ഹെഡ് മാഷ വരയില്ല ഹെഡ് മാഷ് വരാനുണ്ടോ? മലയാളി ഹെഡ് മാഷ് വരാനുണ്ടോ? ഇന്റെ ഹെഡ് മനസ്സിലാവണില്ല സാർ പറയാം. ഞാൻ ഒരു കാര്യം പറയാം. തോടാ മലയാളം എനക്ക് അറിയും സാറ് എന്ത് മലയാളം ഇത് കച്ചറ മലയാളം പറയുന്ന കേക്ക്. ഞാൻ പറയുന്നത് ആ നാ കേക്കാം. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള്. ഞാൻ പുറത്തോട്ട് പോണോ? നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള് നമ്മ നാട്ടുകാര്. നിങ്ങൾ പുറത്തുനിന്ന് വന്ന നാട്ട് പറഞ്ഞേക്കെ ഇവിടെ വന്നൊരു പൈസ നമ്മ തരുന്നത്. നമ്മ നാട്ടുകാർ പൈസ തരുന്നത്. പുറത്തുനിന്ന് ഇവിടെ വന്നൊരു പണിയെടുക്കുന്നത് ഇല്ല. ജാഥാ പൈസ ഇല്ല. ചോടാ പൈസ. ഹെയർ കട്ട് के 100 एक छोटा रुपए शेविंग के 80 रुपीस ഷേവിംഗ് 80. ഒന്ന് മസാജ് ചെയ്യോ? ഇങ്ങനെ ഇങ്ങനെ സാധനം ചെയ്തിട്ട് ഒരു ഉഷാറാക്കാൻ ഹെഡ് മസാജ് മനസ്സിലായി. നീ മനസ്സിലാക്കി. ഹെഡ് മസാജ് പോലെ വായ പകട്ടായി. കച്ചറ എല്ലാ കച്ചറ മലയാളം നമ്മുടെ അടുത്ത പണിയില്ലേ നല്ല പച്ചാട്ട് എറി ഞാൻ പറയും. അത് നല്ല തന്നെ. നല്ല സുഖ. കണ്ണടച്ച് കണ്ണ് വേണ്ട. തോടാ റിലാക്സ്. അച്ഛാ 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 ആരാച്ചനാണ് ഹിന്ദിക്കാർക്ക് തെറി പറയാ പന്നി. അച്ഛാ ഒറ്റ മിനിറ്റ്. നമുക്ക് ജീവിതം വേണം. തല വേണ്ട. നല്ല ചിന്ത വരും. ചിന്ത ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടാ. കുറച്ച് ചെയ്തിട്ട് നമ്മ മുടി ഉണ്ടാതെ ഇരിക്കടാ കള പന്നി. ഞാൻ ചെയ്യട്ടാ. പിന്നെ बॉम्बे से 5 साल में मेरा कटिंग है. अहमदाबाद में एक हेलो हाँ बाबू पैरी मंडल एक 4 में और मेरा बोलेगा ये काम है. अभी काम है. थोड़ा टाइम बाद में बोलेगा. अभी काम है. और कचरा आदमी नाम വിളിക്കാം ബീബി ഗാവ് സെ തല്ലും കുത്തും തലക്ക് അധികം നക്കൽ ഞാൻ കുത്തും മുണ്ടാതെ ഇരിക്കടാ പാത്തി. എനിക്കറിയാം. ബായ് മെല്ലെ 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 നമുക്ക് അമിതാഭ് ബച്ചൻ മാലൂം. അമിതാഭ് ബച്ചൻ ഹിന്ദി ആക്ടർ മാലൂം. ഷാരൂഖ് ഖാൻ ആയിക്കോട്ടെ. ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ का मेरा कटिंग പണ്ടേത്തെ मेरा बापा कटिंग. ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, സൽമാൻ ഖാൻ. മെല്ലെ മെല്ലെ ചെയ്. നാറിയിട്ട് പാടില്ല. മെല്ലെ മെല്ലെ ചെയ്യുന്ന പറയുന്ന കേൾക്കുന്നില്ല. എനിക്ക് കുളിക്കലില്ല. കുളിക്കില്ല. ഡെയിലി കുളിക്കില്ല. കട്ടിങ്ങും വേണ്ട മസാജിങ്ങും വേണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ ഹിന്ദിക്കാരാ. വിട് 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 വിട്. ഒച്ചനായി ഇനിയും വരട്ടെ. ചത്തു കഴിഞ്ഞാ പോയില്ലേ? വേണ്ട. വീട് വിട്ടേ ആവുന്ന അത്ര വേണ്ടോ? വിട്ടവനെ എടുത്തതിന്റെ സാധനം എടുത്ത് പോയി കളത് കായ് എന്താ നീ എടുത്ത് ഇറക്കുന്നത്? ഇവിടെ മസാജ് വേണ്ട. വെട്ടിയാ മതി. ഇതറി പട്ടി സുഖം ഒഴിവാക്കിന് വെട്ടിയാ മതിയോ? വെട്ടിയാ മതി. അതൊരു ബെച്ചാണ് ബാൽ കട്ടെ വെട്ടിയാ മതി.